ഇനി നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് നോക്കാൻ പോവുകയാണ് ഇഫക്റ്റ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ. അപ്പോൾ ഒരു ആംപ്ലിഫയർ എടുത്തിട്ട് ആ ആംപ്ലിഫയറിൽ ഏത് ടൈപ്പ് ഫീഡ്ബാക്കാണ് കൊടുക്കുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആംപ്ലിഫയർ സാധാരണ ഒരു ആംപ്ലിഫയർ, അതായത് ഈ പോർഷനും ഇതിലൊരു ഇൻപുട്ടും ഈ ഒരു ഔട്ട്പുട്ടും അല്ലാതെ ഇത്രയും പോർഷൻ ഇല്ലാതിരിക്കുന്ന സ്ഥിതിയിൽ അതിനൊരു ഗെയിനുണ്ട്. ദാറ്റ് ഈസ് V0/Vi. ഓക്കെ, ഇവിടെ വോൾട്ടേജാണ് നമ്മൾ ഫുൾ എടുത്തിരിക്കുന്നത്. VS, VI, VF, VA, V0. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ മാത്രം ഉള്ളപ്പോൾ ആംപ്ലിഫയറിന് ഒരു ഗെയിൻ ഉണ്ട് V0/VA വിച്ച് ഇസ് A. ഇനി ഈ ആംപ്ലിഫയറിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ആ ഫീഡ്ബാക്ക് എങ്ങനത്തെ ഫീഡ്ബാക്ക്? പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാം, നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാം. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഈ സർക്യൂട്ട് മൊത്തത്തിൽ ഇങ്ങനെ മാറി അല്ലേ. അപ്പോൾ ഇങ്ങനെ മാറിയപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്തായി? അതിൻ്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അതിൻ്റെ ഔട്ട്പുട്ട് V0, അതിൻ്റെ ഇൻപുട്ട് VI അല്ല, മറിച്ച് VS ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഗെയിൻ എന്താവും? അപ്പോൾ ആ ഒരു കമ്പാരിസണാണ് ബേസിക്കലി നമ്മളിവിടെ വെച്ച് നോക്കുന്നത്. സർക്യൂട്ട് ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് നോക്കിക്കോ. ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണ്ടി പ്ലസ് ഈ ഇൻപുട്ടായി കൊടുക്കുന്ന സിഗ്നലിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ ഇവിടെ VS എന്ന് എടുത്തു. സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽ VS, ഫീഡ്ബാക്ക് സിഗ്നൽ VS, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് VS + VF ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? VI വരിക, ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് V0. അപ്പോൾ ഗെയിൻ A എന്ന് പറയുന്നത് എന്താണ്? V0/VI ആണ്, അല്ലെങ്കിൽ ഈ VI × A ആണ് V0. ഇനി ഔട്ട്പുട്ട് ഈ V0 എടുത്തു. അപ്പോൾ ഇവിടെ ഒരു സാമ്പിളർ ഉണ്ട്, ഒരു കോപ്പി എടുത്തു. സാമ്പിളർ മീൻസ് ഇറ്റ് ജസ്റ്റ് ടേക്സ് എ കോപ്പി. ഓക്കെ, അത് സീരീസ് സാമ്പിളർ ആവാം, പാരലൽ സാമ്പിളർ ആവാം. എനിവേ ആ ഒരു സീരീസ് സാമ്പിളർ ആണോ പാരലൽ സാമ്പിളർ ആണോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നില്ല. നമ്മൾ ജസ്റ്റ് കോപ്പി എടുത്തു, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊടുത്തു, അതിൻ്റെ ഗെയിനാണ് ബീറ്റ, ഗെയിനെയാണ് ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇനി നോക്കും. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ഇഫക്റ്റ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ വി നീഡ് ടു ഫൈൻഡ് ദ ഗെയിൻ ഓഫ് ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അല്ല, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ ആ ഇഫക്റ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിനിൽ ടു ഫൈൻഡ് ദി ഇഫക്റ്റ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കണം. ഇവിടെ A എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് വിത്തൗട്ട് ഫീഡ്ബാക്ക് കൊടുക്കാത്തപ്പോൾ ഉള്ള ഗെയിൻ. ബീറ്റ ഈസ് ദ ഫീഡ്ബാക്ക് ഫാക്ടർ. അപ്പം ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഗെയിനാണ്, അതിനെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയും. ഇനി നോക്കിക്കോ, ഇനി താഴോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഈ VI എന്ന് പറയുന്ന സിഗ്നൽ എനിക്ക് എങ്ങനെ എഴുതാം? ശരിക്കും ഈ VI എന്ന് പറയുന്നത് VS + VF ആണല്ലോ. അതുപോലെ V0 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? VI × A. ഇൻപുട്ട് സിഗ്നലിന് A എന്ന് പറയുന്ന ഗെയിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്നതാണ് V0. അല്ലെങ്കിൽ A is equal to V0/VI. അങ്ങനെയാണെങ്കിൽ വോട്ട് ഈസ് V0? A × VI. അപ്പം A × VI ആണ് V0. ഇനി ഈ V0 ഇവിടെ ഇൻപുട്ട് കൊടുത്തെങ്കിൽ ഇതൊരു ആംപ്ലിഫയിങ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ VFനെ എങ്ങനെ എഴുതാൻ പറ്റും? എഗെയിൻ ബീറ്റ ഈസ് ഗെയിൻ വിച്ച് ഈസ് ഫീഡ്ബാക്ക് ഫാക്ടർ. ബീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ച് അതിൻ്റെ ഇൻപുട്ട് V0 അതിൻ്റെ ഔട്ട്പുട്ട് VF ആണ്. ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു VF/V0. ഓർ അതിനകത്തുനിന്ന് എനിക്ക് VF എങ്ങനെ എഴുതാം? ബീറ്റ × V0 എഴുതാം, ആണല്ലോ. ഇനി നോക്കോ, അപ്പം ഞാൻ ആ കാര്യങ്ങൾ VI is equal to VS + VF എഴുതി. ഓൾസോ V0 is equal to, V0 എന്ന് പറയുന്നത് എന്താണ്? A × VI ആണ്. VF എന്ന് പറയുന്നത് V0 × ബീറ്റ ആണ്. ഓക്കെ, ഇത്രയും എഴുതി. ഇത് മൂന്നും എഴുതിയ 1, 2, 3 ആയിട്ട്. അതിനുശേഷം എൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ V0 is equal to A × VI എടുത്തു. അതിനകത്ത് V0 is equal to A × VIനെ എന്തെന്ന് എഴുതി? VS + VF എഴുതി. ഇനി ഈ VFനെ എന്തെന്ന് നമ്മൾ ബീറ്റ 3 ഇക്വേഷൻ വെച്ചിട്ട് അറിയാം, ബീറ്റ V0, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് VF is equal to beta V0 from 3. So I have substituted in this equation. അപ്പോൾ V0 is equal to A × VS + beta V0. ഇനി എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, AVS + A beta V0. ഇനി ഇത് V0ൻ്റെ ടേം, ഇത് V0ൻ്റെ ടേം. ഈ ടേമിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് V0 - A beta V0 is equal to A × VS. ഇനി V0 കോമൺ എടുത്തു, അപ്പോൾ എന്താണ്? 1 - A beta which is equal to A × VS. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഫീഡ്ബാക്ക് ഗെയിനാണ് കണ്ടുപിടിക്കണം. ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷമുള്ള ഗെയിൻ. ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു ഹോൾ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് V0, ഇൻപുട്ട് VS ആണ്. അങ്ങനെയെങ്കിൽ ഗെയിൻ ഈസ് V0/VS, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നതിൽ ഞാൻ V0/VS കണ്ടുപിടിച്ചു. V0/VS താഴെ കൊണ്ടുവരുമ്പോൾ ഇത് A/1 - A beta എന്നാവും. അപ്പം ഈ V0/VS ക്യാൻ ബി കോൾഡ് ആസ് ഫീഡ്ബാക്ക് ഗെയിൻ. ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷമുള്ള ഗെയിനാണ് ഫീഡ്ബാക്ക് ഗെയിൻ. ആൻഡ് ലെറ്റ് ഇറ്റ് ബി, അതിനെ ഞാൻ AF വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A എന്ന് പറയുന്നത് വിത്തൗട്ട് ഗിവിങ് ഫീഡ്ബാക്ക് ഗെയിൻ ആയിരുന്നു, which is V0/VI. ഇപ്പം വിത്ത് ഫീഡ്ബാക്ക് ഗെയിൻ AF ആണ്, which is V0/VS. അപ്പം V0/VS ആണ് A/1 - A beta എന്ന് പറയുന്നത്. അപ്പം ഫീഡ്ബാക്ക് എന്ന് പറയുന്ന
എ ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എ ആയിരുന്നു. ഇപ്പോൾ ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം ഗെയിൻ എന്ത് എ ഡിവൈഡഡ് ബൈ 1 - a ബീറ്റ ആയി. അപ്പോൾ ബേസിക്കലി ഫീഡ്ബാക്ക് ഇവിടെ എന്താണ് കൂടുകയാണ്, അല്ലെങ്കിൽ ഗെയിൻ കൂടുകയാണ്. ഓക്കെ, അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് ഫ്രം 4 ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓൺ ഗിവിംഗ് ഫീഡ്ബാക്ക് ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എ ഇൻക്രീസ്ഡ് ടു, ആദ്യം ഗെയിൻ ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എ ആയിരുന്നു, ഇപ്പോൾ അത് എ ഡിവൈഡ് ബൈ 1 - a ബീറ്റ ആയിട്ട് കൂടി. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഗെയിൻ എപ്പോഴും എന്ത് ചെയ്യും, കൂടും. എങ്ങനെയാണ് കൂടുന്നത്? ബൈ എ ഫാക്ടർ ഓഫ് 1 - a ബീറ്റ. നിങ്ങൾക്കിത് കാണുമ്പോൾ ജസ്റ്റ് തോന്നും എ ഡിവൈഡ് ബൈ 1 - a ബീറ്റ, എനെ ഡിവൈഡ് ചെയ്യല്ലേ ഗെയിൻ കുറയല്ലേ എന്നൊക്കെ തോന്നും. അപ്പം അതിനൊരു വാലിഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ എയും ബീറ്റ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാല്യൂസാണ്, ഗെയിനാണ് 100, 150 പ്രോബ്ലം ചെയ്യുമ്പോൾ അറിയാം, അത്രയും വലിയ വാല്യൂസാണ്. അപ്പം എ ഇൻറ്റു ബീറ്റ രണ്ടും വലിയ വാല്യൂസ് ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു വലിയ വാല്യൂവേ വരുള്ളൂ. 1 - വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായാലും 1നേക്കാട്ടും ചെറുതായിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്കിത് മൊത്തത്തിൽ കിട്ടുക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഒരു ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആണ് കിട്ടുന്നത്. ആ വലിയ വാല്യൂ എൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഇതിന് വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എ എന്ന് പറയുന്നത് കൂടും, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് കൂടും, അല്ലെങ്കിൽ AF കൂടും. എനിവേ പോസിറ്റീവ് ഫീഡ്ബാക്ക് അപ്പം മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ AF = a ബൈ 1 - a ബീറ്റ ആണ്. ഗെയിൻ എന്താണ്, കൂടുകയാണ്. ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഗെയിൻ എ ആയിരുന്നു, കൊടുത്തതിന് ശേഷം ഗെയിൻ എന്ത് ചെയ്തു, a ബൈ 1 - a ബീറ്റ എന്ന് പറയുന്ന ഫാക്ടറായി, അതായത് AF ആണ്. ഈ AF എന്ന് പറഞ്ഞാൽ എനേക്കാൾ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ.